ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്മാർട്ട് ടു വേ റേഡിയോ കിറ്റാണ് അസംബിൾ ചെയ്യുന്നത്. സ്മാർട്ട് ടു വേ റേഡിയോ എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ റേഡിയോ അല്ല. ഈ റേഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അതുകൊണ്ടാണ് ഇതിന് ടു വേ റേഡിയോ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ നേരത്തെ അസംബിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയോ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വോക്കി ടോക്കി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കിറ്റിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ? അതിന് നമുക്ക് ആദ്യമായിട്ടൊരു യൂസർ മാനുവൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഒരു 16 സ്റ്റേജ് കളർഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഇതാണ് ഇതിൻ്റെ PCB. ഇതിൽ ICs, അതായത് SMD ICs എല്ലാം പ്രീ സോൾഡേഡ് ആണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഡിഫിക്കൽറ്റിയും ഇല്ല അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ആണിത്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് കമ്പോണൻസ് നമുക്ക് അസംബിൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ, 8 ohmസിൻ്റെ 0.5 watt, വളരെ സ്ലിം ആയിട്ടുള്ള സ്പീക്കറാണ്. കൂടാതെ സ്പീക്കറും ബാറ്ററിയും കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായ 2 കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പവർ സപ്ലൈ കേബിൾ, 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കേബിള് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങണം. ബാറ്ററി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വാക്കി ടോക്കി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു 0.96 ഇഞ്ചിൻ്റെ LCD അല്ല OLED സ്ക്രീൻ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്യാബിനറ്റ്. ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, എന്താകുമെന്നറിയില്ല. എന്നാലും ഇതിൻ്റെ കൂടെ അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായ സ്ക്രൂ ഡ്രൈവർ അടക്കമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ സ്ക്രൂ ഡ്രൈവറൊന്നും തപ്പി നടന്ന സമയം കളയേണ്ട, വളരെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. ഇതിൻ്റെ ഒരു യൂണിറ്റ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ അസംബിൾ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. ഈ റേഡിയോ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വാക്കി ടോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അസംബ്ലിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ടു വേ റേഡിയോയുടെ PCB സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കപ്പാസിറ്റേഴ്സ് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കമ്പോണൻസിൻ്റെ എല്ലാം ഓറിയൻറ്റേഷൻ ഒന്നും മാറിപ്പോകരുത്. അപ്പോൾ ഇതിലധികം കമ്പോണൻസ് സോൾഡർ ചെയ്യാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കപ്പാസിറ്റർ മാത്രമേ പോസിറ്റീവ് നെഗറ്റീവ് ശ്രദ്ധിക്കാനുള്ളൂ ഇവിടെ. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇതിൽ സ്പീക്കറിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഇവിടെ കാണാം, അവിടെയാണ് റെഡ് കേബിൾ കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് ബ്ലാക്ക്. അപ്പോൾ രണ്ടും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ കൊടുക്കുക.
മാറിപ്പോയാലും വർക്ക് ചെയ്യും. പക്ഷേ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും സ്പീക്കറിൽ കറക്റ്റായി തന്നെ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്യാബിനറ്റിലേക്ക് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ വാക്കി ടോക്കി വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ റേഡിയോയുടെ PCB നമുക്ക് ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ ബാറ്ററിയുടെ ഈ കണക്റ്റേഴ്സ് ഒന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഭാഗത്തേക്ക് സ്പ്രിങ് ഇല്ലാത്ത ഈ കണക്ടറും നെഗറ്റീവ് വരുന്ന ഭാഗത്ത് ഈ സ്പ്രിങ് ഉള്ള കണക്ടർ നോക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. അത് ഇവിടെ കറക്റ്റായിട്ടുള്ള കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് വരുന്നത്, അവിടെ നമ്മൾ സ്പ്രിങ് ഉള്ള കണക്ടർ കൊടുക്കുന്നു. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, അപ്പോൾ അവിടെ അതനുസരിച്ച് തന്നെ കൊടുക്കുക. സ്പ്രിങ് ഉള്ള ഭാഗം നെഗറ്റീവിലേക്ക് വരാൻ ഓർത്താൽ മതി. ഓക്കെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കൃത്യമായി തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് സ്പ്രിങ് ഇല്ലാത്തതും നെഗറ്റീവ് സ്പ്രിങ് ഉള്ളതും ഓർത്താൽ മാത്രം മതി. അതിനുശേഷം ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഉറപ്പിച്ച് കൊടുക്കാം. ഓൾറെഡി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കേബിൾ സോൾഡർ ചെയ്യാനുണ്ട്. അതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ കേബിൾ സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇവിടെ നമുക്ക് 5 വോൾട്ടാണ് ആവശ്യം. 4.5 to 5.5 ഈ റേഡിയോ വർക്ക് ചെയ്യുക. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള കണക്ടറിൽ നിന്ന് വേണം നമുക്ക് കേബിൾ സോൾഡർ ചെയ്തെടുക്കാൻ. ഇവിടെ ഒരു സിംഗിൾ കണക്ടർ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ കണക്ടർ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് കേബിൾ സോൾഡർ ചെയ്തെടുക്കാൻ. അപ്പോൾ പോസിറ്റീവിലേക്ക് റെഡും നെഗറ്റീവിലേക്ക് ബ്ലാക്കും കേബിള് സോൾഡർ ചെയ്തെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ ഈ 2 എണ്ണമുള്ള കണക്ടറിൽ നിന്നും സോൾഡർ ചെയ്തെടുത്താൽ നമുക്ക് ആവശ്യമായ വോൾട്ടേജ് ലഭിക്കില്ല. അതുകൊണ്ടാണ് കൃത്യമായി തന്നെ സിംഗിൾ ആയിട്ടുള്ള കണക്ടറിൽ നിന്നും വേണം ഇത് സോൾഡർ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററി ടെർമിനൽ കേബിൾസ് സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് PCB ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കണം. അതിന് മുൻപ് ഇതിൻ്റെ കുറച്ച് നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 നോബുണ്ട്. അതൊന്ന് സ്വിച്ചിലേക്ക് കൊടുക്കുക. പുറത്തു നിന്നായാലും കൊടുക്കാൻ പറ്റും, പക്ഷെ ഇത് കൊടുക്കുകയാണ് നമുക്ക് എളുപ്പം. അതിനുശേഷം നമുക്കിത് ക്യാബിനറ്റിലേക്ക് ഇറക്കി വയ്ക്കാം. നെക്സ്റ്റ് ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇവിടെ നിന്ന് എടുക്കണം. ബാറ്ററി ടെർമിനലിൻ്റെ കണക്ഷനും കൊടുക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ടർ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ബാറ്ററിയും ഇത് തിരിഞ്ഞു പോകാതെ ഈ കട്ടിങ്സ് ഉള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇറക്കി വയ്ക്കുക. ഓക്കെ, സ്പീക്കർ ഇതിൽ കറക്റ്റ് ടൈറ്റാണ്. വേറെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. കൃത്യമായി തന്നെ ഈ സ്ലോട്ടിലേക്ക് ഇറങ്ങിയിരിക്കും. ഓക്കെ, അത് കറക്റ്റായി തന്നെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നീളം കൂടിയ കേബിള് താൽക്കാലികമായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കട്ടിംഗ് ഉള്ള ഭാഗത്താണ് ഇതിൻ്റെ ആൻറ്റിന വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വേണം ഇത് ഇറക്കി വയ്ക്കാനായിട്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിലേക്കൊന്ന് കൊടുക്കാം. ഇത് കവർ ഓൾറെഡി പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് അധികം ബലമൊന്നും പ്രയോഗിക്കുന്നില്ല. അപ്പോൾ കറക്റ്റായി അലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ ഇതിലേക്കൊന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ഡ്രൈവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ വളരെ വീക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കുറച്ച് ടൈറ്റാണ് സ്ക്രൂസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ 2-way റേഡിയോയുടെ അസംബ്ലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാറ്ററിയൊക്കെ ഇൻസേർട്ട് ചെയ്ത് സെറ്റാണ്. 3 AAA ബാറ്ററിയാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ റേഡിയോ കൃത്യമായി തന്നെ ഓൺ ആയിട്ടുണ്ട്. ഇതൊരു OLED സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ട്യൂണിങ് വളരെ എളുപ്പമാണ്. കൃത്യമായി ഫ്രീക്വൻസി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ വോളിയം കൂട്ടുന്നതിനുള്ള ബട്ടൺ V+. ഇത് വോളിയം കുറയ്ക്കുന്നതിനുള്ള ബട്ടനാണ് V-. ഇതിൻ്റെ ട്യൂണിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഈ F- ആൻഡ് F+ ബട്ടൺ. അപ്പോൾ ഈ F+ ബട്ടൺ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ട്യൂണിലേക്ക് പോയിക്കൊള്ളും. റേഡിയോ സ്റ്റേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തോളും. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വാക്കി ടോക്കി മോഡിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ V- ആൻഡ് F- ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇത് വാക്കി ടോക്കി മോഡിലേക്ക് മാറുന്നതാണ്. നമുക്കിവിടെ ഇതിൻ്റെ സിമ്പിൾ കാണാം. ഇപ്പോൾ വാക്കി ടോക്കി മോഡിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് കൂടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതും ഇപ്പോൾ വാക്കി ടോക്കി മോഡിലാണ് ഉള്ളത്. ഇതിൻ്റെ PTT ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. PTT ബട്ടണാണ് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്, പുഷ് ടു ടോക്ക്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്താൽ അടുത്ത ഇതിലേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്, സെക്കൻഡ് യൂണിറ്റിലേക്ക്. അപ്പോൾ ഇത് അടുത്ത് വെച്ചാൽ ഹൗളിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൗളിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ദൂരത്ത് പോയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഏകദേശം ഒരു 250 മീറ്റർ ഒക്കെ റേഞ്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് കുറച്ച് മാറി നിന്ന് നോക്കാം. ഹലോ, ഇതിന് ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിപ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ മാറി നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ യൂണിറ്റിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു പക്ഷെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ആണ് എന്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ആ യൂണിറ്റ് അടുത്തേക്ക് വന്നൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഏകദേശം 10 മീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മളുടെ 2-way റേഡിയോ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാക്കി ടോക്കിയും എല്ലാം കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ട് അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്